ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. കഴിഞ്ഞ രാത്രിയിൽ കുറേ എന്തൊക്കെയോ പാട്ടകഷ്ണങ്ങൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ഇറാൻ വലിയ സൈനിക ശക്തി പ്രകടനമൊക്കെ നടത്തിയെന്ന ചില ബ്ലോഗേഴ്സൊക്കെ തള്ളിമറിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ ഞാൻ കണ്ടിരുന്നു. അതിനൊരു മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ആയുധങ്ങൾ കുറേ എണ്ണം റഷ്യ ഇറാന് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവമാണ്. സൂപ്പർസോണിക് മിസൈലുകൾ കുറേ റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാൻ ലഭിച്ചിട്ടുണ്ട്. ആ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ തകർക്കാമെന്ന വ്യാമോഹമാണ് സത്യത്തിൽ റഷ്യക്കുള്ളത്. ഇത്തരണത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു വചനമാണ്. ഇസ്രായേലിൻ്റെ ദൂതൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. അവൻ അന്തിമ യുദ്ധത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ പാളയത്തിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് 100 മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ അതിലൊരു 96 എണ്ണത്തെയും തകർക്കുവാനായിട്ട് സാധിച്ചത്. ബാക്കി 3-4 എണ്ണം ഇസ്രായേൽ വീണ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇവിടെ ഇറാനിലേക്ക് അയക്കുന്ന 100 മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്ട്രൈക്കിംഗ് റേറ്റ് വെച്ച് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുണ്ട്. ഇറാനെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ നടപ്പാക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് പോലെ അവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കുവാനായിട്ട് ഇസ്രായേലിൻ്റെ ദൂതൻ പാളയം അടിച്ച് നിൽപ്പുണ്ട്, മിഖായേൽ എന്ന് പറയപ്പെടുന്ന ദൂതൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്മായിലിൻ്റെ ശക്തികൾക്ക് ഒരിക്കലും ഇസ്മായിലിൻ്റെ ദൂതനെ ഒരിക്കലും ഇസ്രായേലിൻ്റെ ദൂതനെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല, അന്തിമ യുദ്ധത്തിൽ സാധിക്കുകയില്ല. ഇത് ഒരു ദിവസം കൊണ്ട് നീളുന്ന ഒരു യുദ്ധമൊന്നുമല്ല, 100 വർഷത്തേക്ക് നീളുന്ന ഒരു യുദ്ധത്തിലാണ്. നിത്യപ്രകാശം ലോകത്തിലേക്ക് ഉണ്ടായിരിക്കുകയും എന്നിട്ട് ആ നിത്യപ്രകാശത്തെക്കാൾ ഉപരിയായി ഇരുളിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇസ്മായേലിയരുടെ ആ കാപട്യത്തിനെതിരെ യഹോവയുടെ ന്യായവിധിയാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രായേൽ പരാജയപ്പെടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിന് ഒരിക്കലും ഇനിയൊരു പരാജയം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. സത്യത്തിൽ ന്യായവിധിയുടെ ഈ കാലഘട്ടത്തിൽ, അന്ത്യവിധിയുടെ കാലഘട്ടത്തിൽ ഒരു തീർപ്പുണ്ടാകേണ്ടതുണ്ട്. ഇസ്മായിലിൻ്റെ മാർഗ്ഗമായിരുന്നു, ഇസ്രായേലിൻ്റെ മാർഗ്ഗമായിരുന്നു ശരിയെന്ന് ലോകത്തെ തെളിയിക്കപ്പെടുന്ന അന്തിമ യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ശക്തമായിട്ട് ഇസ്രായേലിന് പിന്തുണയും സംരക്ഷണവും നൽകുവാനായിട്ട് ഓരോ ദൈവദാസന്മാരും തയ്യാറാവണം.